നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പിൽ ഗുരുതരമായ ക്രമക്കേടുണ്ട് എന്ന കണ്ടെത്തൽ സുപ്രീം കോടതി ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും മന്ത്രിസഭ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ രണ്ടിടത്തും BJP സർക്കാർ രൂപീകരിച്ചത് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടു കൂടിയാണ് എന്ന നഗ്നമായ സത്യം പുറത്തു വരുമ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? എന്തിനാണ് ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടുന്നത്? അതുമാത്രമല്ല, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയും? 1961 സുപ്രധാനപ്പെട്ട നിയമം, അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉത്തരവ് BJP എന്തുകൊണ്ട് അത് പുറത്തിറക്കി എന്ന് വെച്ചാൽ, അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംരക്ഷിക്കാൻ വേണ്ടി. അവർ അഴിമതി കാണിക്കുകയാണെങ്കിൽ അത് പുറത്തറിയാതിരിക്കാൻ, പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയുള്ള കുശാഗ്ര ബുദ്ധി, അതാണ് പൊളിഞ്ഞടിഞ്ഞിരിക്കുന്നത്. 79ഓളം ലോക്സഭാ മണ്ഡലങ്ങളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യം നേരത്തെ തന്നെ കോൺഗ്രസ് ആരോപിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേസ് സ്വമേധയാ വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് എടുക്കാമായിരുന്നു. അതുമാത്രമല്ല, ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും ഗുരുതരമായ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സുപ്രീം കോടതിക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാമായിരുന്നു. അത് ചെയ്യാൻ വൈകിപ്പോയത് വാസ്തവത്തിൽ ഒരു വലിയ വിഡ്ഢിത്തമായി പോയി എന്ന തിരിച്ചറിവിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന തുറന്നടിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഒക്കെ പാനലിൽ അംഗമാകുമ്പോൾ ആ നിർണായകമായ നടപടിയെ ചോദ്യം ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് എന്ത് അവകാശം എന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിക്റ്റേറ്റർ അല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനാധിപത്യ മാർഗത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്നതിൽ ഉപരിയായി അദ്ദേഹത്തിന് ആധിപത്യം നടത്താനുള്ള ഒരു രീതിയിലുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടില്ല എന്നത് തിരിച്ചറിയണമെന്ന താക്കീത് കൂടി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്നു. അവിടെയാണ് പ്രധാനമന്ത്രിക്ക് കൃത്യമായി അദ്ദേഹത്തിന് പെടലിക്ക് അടി കിട്ടിയതുപോലെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി BJPയുടെ ഏജന്റ് മാത്രമായി രാജ്യസഭയിൽ അംഗങ്ങളെ കൂട്ടി പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതായത് 1 India 1 Election ഉൾപ്പെടെ സുപ്രധാനമായ BJPയുടെ അജണ്ടകൾ പാസ്സാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഉത്തരാഖണ്ഡിൽ യൂണിഫോം സിവിൽ കോഡ്, അത് ദേശീയ തലത്തിൽ മൊത്തത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ അനുവദനീയമല്ല. എന്നാൽ അത് ഒറ്റപ്പെട്ട BJP സംസ്ഥാനങ്ങളിൽ പാസ്സാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലയിടത്തായി നടക്കുന്നു. ഇതിനെതിരെയും കോൺഗ്രസിന്റെ നീക്കം ശക്തമാണ്.